ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരിയൊക്കെ ആയി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗൊക്കെ എടുക്കാം. അപ്പം നമുക്ക് പാറുവിൻ്റെ ഷീറ്റൊക്കെ ഇത് ബ്ലാങ്കറ്റ് പാറുവിനെ കൊണ്ട് മടക്കാനൊന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് മടക്കി വെക്കുന്നത്. പിന്നെ ഈ പാവകളെയൊക്കെ നിരത്തിയിട്ടാണ് എന്നും ഉറങ്ങുന്നത്. അത് ചില ദിവസങ്ങളിലൊക്കെ എടുത്തു വെക്കും. ഇന്ന് ആളത്ര ഇന്നലെ അത്ര നല്ല മൂഡിലൊന്നും അല്ല കിടന്നത്. രാത്രി ആകെ ബഹളമൊക്കെയായിരുന്നു, ഇവിടെ കിടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. ചില ദിവസം പാറു ഇതിനെല്ലാം വാരി കെട്ടി ഞങ്ങളുടെ റൂമിലാണ് വന്ന് കിടക്കാറ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ വാരി ഇട്ടെങ്കിലും കിടന്നൊന്നുമില്ല. ബ്ലാങ്കറ്റൊക്കെ വാരി അങ്ങോട്ടും വന്നിരുന്നു. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു ചേട്ടൻ നേരത്തെ പോയതുകൊണ്ട് തന്നെ പാറു കുറേ ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങൾ പോയിട്ട് ചെന്നപ്പോഴത്തേക്ക് പ്രാർത്ഥനയൊക്കെ തുടങ്ങി, സ്കൂളിൽ പ്രയറൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാനിത് പാറുവിനെ കൊണ്ട് അവിടെ ചെന്നത്. അപ്പം നമുക്ക് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇനി കിച്ചണിൽ കയറാൻ പറ്റത്തില്ല, കാരണം സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. എന്നും ഇച്ചിരി മീൻകറി ഇരുന്ന് ഞാനത് ചൂടാക്കാൻ വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം റെസ്റ്റ് എടുക്കും. 1 മണിക്കൂറാണ് എൻ്റെ റെസ്റ്റിൻ്റെ. ഏകദേശം 10 മണിയാകുമ്പോൾ അവരെ കൊണ്ടുവിടണമെങ്കിലും അല്ലെങ്കിലും ഞാൻ ഏകദേശം 10 മണിക്ക് കഴിക്കാനിരിക്കും. 10 മണി തൊട്ട് 11 മണി വരെ 1 മണിക്കൂർ ഞാൻ ഇരുന്ന് ചില്ല് ചെയ്യും. എൻ്റെ ചില്ലിങ് സ്പേസാണ് സെറ്റിൽ. ആ സെറ്റിൽ ഇരിക്കും കേട്ടോ. കുറേ സമയം ഞാൻ ഫോൺ നോക്കി. അങ്ങനെ 1 മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു അവേശമാണ് മുക്കിയാണ്. കാരണം പിന്നെ ഓടി നടന്നത് 12 മണിക്കുള്ളിൽ പണികൾ തീർക്കും. പ്രത്യേകതരം ജീവിതമാണ്. അപ്പം രാവിലെ തന്നെ കുറച്ച് മത്തിയൊക്കെ വെട്ടി മസാല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊഞ്ച് തീയിലാണ് വെക്കണം. അപ്പം രാവിലെ സ്കൂളിൽ കൊണ്ടുവിടണമെന്നുള്ളത് കൊണ്ട് തന്നെ കുളിക്കണം. അപ്പം കൊഞ്ചും മത്തിയും ഒക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ടൊക്കെ പറഞ്ഞും കൊണ്ട് പോയത്. പിന്നെ രാവിലെ ഇന്ന് കുഴക്കട്ടായിരുന്നു. ഒത്തിരി നാളായി മധുരമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കി വെച്ച് ഇതങ്ങനെ ആർക്കും ഇഷ്ടമല്ല, ചേട്ടന് മാത്രമാണ് ഇഷ്ടം കേട്ടോ. ഇതിൽ കുറച്ച് മത്തി മാത്രമേ ഞാൻ വെട്ടിയെടുത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തട്ടി ഫ്രീസറിൽ കയറ്റി. മീൻ വെട്ടിക്കൊണ്ട് നടക്കത്തില്ല കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കോഴി പിള്ളേരെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അവർ ഇനി ഒരു 10-11 മണി 11:30 വരെ അവരിങ്ങനെ നടക്കും. ഇടയ്ക്ക് ഞാൻ അവരെയൊക്കെ ചെന്ന് നോക്കും കേട്ടോ. കാക്കയും പരുന്തും ഒക്കെ ഇങ്ങനെ ശല്യം ചെയ്യും അതുങ്ങളെ. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി അത് വറക്കാനായിട്ട് വെച്ചിട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് എൻ്റെ തേങ്ങ അങ്ങനെ ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടാണ് വേറെ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വേറെ പണികളെന്ന് പറഞ്ഞാൽ വലിയ പണികളൊന്നുമില്ല, വീടിനകം തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വയറ്റിലോട്ടുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിൽ കാപ്പി പിടിച്ചെങ്കിൽ പോലും ഇങ്ങനെ അടുക്കള ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചവച്ച് നിൽക്കുന്നത് എനിക്കൊരു ശീലമായിട്ടുണ്ട്. ആ ചവയ്ക്കുന്നതൊക്കെ കാണാനുമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. 12 മണിക്കുള്ളിലാണ് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ ടാസ്ക് വെച്ചിട്ടാണ് അടുക്കളയിൽ വർക്ക് ചെയ്യുന്നത്. 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ അതിക്കുള്ളിൽ നമ്മുടെ പാചകത്തിന് വേണ്ടി സമയം കളയില്ല എന്നൊക്കെ അങ്ങനെ ഞാൻ കണക്ക് കൂട്ടും കേട്ടോ. അപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ചൊക്കെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. കൊച്ചുമത്തി മാങ്ങ ഇട്ട് പറ്റിക്കാൻ വെച്ചിട്ട് ഞാൻ 2 മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ഇത്തിരി പെരിഞ്ചീരകം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് സമയം തേങ്ങ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. കൊഞ്ചൊക്കെ രാവിലെ ഞാൻ പൊളിച്ചിട്ട് വെച്ചിട്ടുള്ള കൊണ്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് തണുത്താൽ നമുക്കിത് അരച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കാം. അപ്പോൾ നമുക്ക് തീയൽ വെക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൊച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ അത് പൊളിച്ചെടുക്കാൻ മെനക്കേടായതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഒന്ന് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കാം കേട്ടോ. ഒരുപാട് വേവണ്ട. അതിന് മുമ്പ് നമ്മൾ കൊഞ്ചൊക്കെ ചേർത്ത് കൊടുക്കണം. കൊഞ്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കണം. ഒരു 2-3 മിനിറ്റ് 2-3 സെക്കൻഡ് എത്ര ആയാലും ഇത്തിരി സമയം വെക്കാറുള്ളൂ. എന്നിട്ട് വീണ്ടും ഞാനത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിക്കും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കാം. എണ്ണ തെളിയുന്നതാണ് കേട്ടോ നല്ലതായിട്ട്. തീയലിൻ്റെ കണക്ക് തീയലിന് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരണം. വെള്ളം ഒഴിച്ച് അരച്ച് കുളമാക്കരുത്. തീയിൽ വെക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വെച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് എന്നാലും തലതിരിവൊക്കെ കാണിക്കും, ഉടായ്പ പണിയൊക്കെ കാണിക്കും. തീയലിനകത്ത് ഉടായ്പ പണികളൊന്നും നടക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നിട്ട് നമുക്ക് നേരെ മത്തി രാവിലെ വെട്ടി പുരട്ടി വെച്ചിട്ടുണ്ട്, അതും വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സമയം എന്തോ 12 മണി ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കാശി സ്കൂൾ കഴിഞ്ഞ് വരും. അവന് ഉച്ചവരെ ഇന്ന് സ്കൂളുള്ളൂ. അപ്പം തിങ്കളാഴ്ച പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉച്ചവരെ സ്കൂളുള്ളൂ. അപ്പോൾ വരുമ്പോൾ നീ വിശക്കുന്നേന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ പെട്ടെന്ന് അങ്ങ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കൊഞ്ചുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക്
അരപ്പ് കലക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം അവരവരുടെ ഇതിൽ കുറുകിയിരിക്കേണ്ടവർക്ക് കുറുക്കി വെക്കാം, നന്നായിട്ട് ലൂസായിട്ടിരിക്കേണ്ടവർക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇവിടെ ഞാൻ ഒത്തിരി അങ്ങ് ലൂസാക്കാറില്ല, ഒത്തിരി അങ്ങ് കുറുക്കിയിട്ട് വെക്കാറുമില്ല. ഇടയ്ക്ക് മീഡിയം പരുവത്തിലാണ് വെള്ളമൊക്കെ ചേർത്തിട്ട് വെക്കുന്നത്. വെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം എല്ലാം വെന്തതായതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അതൊക്കെ എവിടെ നിന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് വീടിനകമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പോയി തൂത്തൊക്കെ വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൻ വരുന്നതിന് മുമ്പേ തുടച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാകെ അലമ്പാക്കും. ഇപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ തുടയ്ക്കണം കേട്ടോ. ഇതൊരു ഉടായിപ്പ് തുടയിലാണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ. 1-2 വെള്ളം മുക്കി ഒന്ന് ജസ്റ്റ് ഇതെല്ലായിടും ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. ദിവസവും തുടയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്നും ചേട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ടുകൂടി ഇരുന്നിട്ടാണ് ചോറൊക്കെ ഉണ്ടാറ്. അപ്പോൾ ഇന്ന് ചേട്ടൻ ഉച്ചയ്ക്ക് വരത്തില്ല എന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പാണ്. അപ്പോഴാണ് മെസ്സേജ് വന്നത് 12:30 വരെ സ്കൂളുള്ളത്. അപ്പോൾ ഞാൻ അവനെ നോക്കി നിൽക്കുകയുണ്ട്. 12:30 കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കി നിൽക്കുക. അപ്പോൾ കാണുന്നില്ല കേട്ടോ. അവൻ അവധിയാണെന്ന് അറിഞ്ഞപ്പം അരണ്ടോടൊക്കെ ഒന്ന് കടയിലൊക്കെ കയറിയിട്ടൊക്കെയാണ് വന്നപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്താണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ടീച്ചർ പറഞ്ഞു ലേറ്റ് ആയപ്പോൾ വിളിച്ചിട്ട് വാട്സപ്പിൽ വീഡിയോ എടുത്തിടണമെന്ന്. അപ്പോൾ അവനെ പറ്റിച്ചാൽ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ തീയലും മീൻ വറുത്തതും ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പൊതുവെ അച്ചാറുകളൊന്നും ഒരുപാട് അങ്ങനെ കഴിക്കുന്ന ടീമൊന്നും അല്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ വാരി കഴിച്ചിട്ടുണ്ട്. അവൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അവൻ എന്നെ നോക്കി പഠിപ്പിക്കും. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇത്തിരി നേരം കിടന്നു. ആരെ നോക്കി വന്നയാ? ഞങ്ങൾ ചെറുക്കനെ വിളിച്ചോണ്ട് പോകാൻ വന്നയാന്നാ? ചെറുക്കനെ വിട്ടു തരത്തില്ല, ഞങ്ങൾ ചെറുക്കനെ വിട്ടു തരത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ, പാത്തിരിക്കുന്നോടി. ഉച്ചക്കത്തെ റെസ്റ്റ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കുട്ടൂനെ തിരക്കി കുട്ടൂൻ്റെ ഗേൾ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിപ്പിള്ളേരെ വൈകിട്ട് വീണ്ടും അഴിച്ചു വിട്ട് അപ്പം പള്ളിയിൽ മണി ഇടിക്കുന്നുണ്ട്, അമ്പലത്തിൽ പാട്ടും കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴിപ്പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുന്നുണ്ട്. അവർക്ക് തീറ്റ കൊണ്ടുവരുമ്പോൾ ഇനി ഞാൻ ജാഥ പോലക്ക് എൻ്റെ പുറകിൽ അവരങ്ങ് വന്നോളും കേട്ടോ. അപ്പോൾ അവരെ എല്ലാം കൊണ്ട് കൂട്ടിലൊക്കെ ആക്കിയിട്ട് ഞാൻ നേരെ വിളക്കൊക്കെ തേച്ച് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് മോനെ കൊണ്ട് കുത്തിയോട്ടത്തിൻ്റെ പ്രാക്ടീസിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചടപടയെന്നാണ് കാര്യങ്ങളൊക്കെ. വിളക്ക് എല്ലാം തേച്ചൊക്കെ കഴി വെച്ചിട്ട് ഞാൻ പോയി മേലൊക്കെ കഴിയിട്ട് വന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുന്ന എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് അവൻ്റെ തുണി പച്ചയും മുണ്ടൊക്കെ എടുത്തോട്ട് വന്നു കേട്ടോ. അതിനെയും തേച്ച് മടക്കി അതൊക്കെ വെക്കണം. അത് ഞാനും അവനും കൂടെ വേണം അത് പിടിച്ച് മടക്കിയൊക്കെ വെക്കാം. ഇല്ലേ അവിടെ ചെന്നിട്ട് പിന്നെ കിടന്ന് ഞങ്ങൾ രണ്ടും കൂടെ തിരുവാതിര കളിക്കേണ്ടി വരും. വൈകിട്ട് പാറുവിനെ വിളിക്കാൻ പോകുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വ്ളോഗിൻ്റെ കാര്യമേ വിട്ടുപോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിളക്കെടുത്തപ്പോഴോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാനിത് ഫുൾ ഡേ എടുക്കണം എന്നാണല്ലോ വിചാരിച്ചതെന്ന്. പിന്നെ നടന്നില്ല കേട്ടോ. പിന്നെ വൈകിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേട്ടനും വൈഫും ഒക്കെ വന്നത്. അപ്പോൾ പിന്നെ അതും നടന്നില്ല. ഞാൻ മറന്നുപോയി കേട്ടോ. ഇന്ന് വിളക്കത്തിച്ച് കുറച്ച് സമയം ഇരുന്ന് നാമൊക്കെ ചെല്ലി നാട്ടുകാരെ വെറുപ്പിക്കാറുണ്ട് ഞാൻ. ഇന്ന് എനിക്കതിനൊന്നും സമയമില്ല. എനിക്കിങ്ങനെ പോകുമ്പോൾ അങ്ങ് വെപ്രാളമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ എത്തുന്നോളം വരെ സമാധാനക്കേടാണ്. അയ്യോ താമസിക്കുമോ എന്ന് നേരത്തെയാണ് ചെല്ലുന്നത്. എന്നാൽ പോലും എന്തോ ഒരു വെപ്രാളമാണ് അവനെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ വീഡിയോ ഇപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എന്തൊക്കെയോ ഒരു സംതിങ് ഇത് ശരിയാണോ, ഞാൻ ഇങ്ങനെയൊക്കെയാണോ എടുത്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.